ഓക്കെ. സോ ഹലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് നമ്മൾ എന്തായിരുന്നു നമ്മൾ 3 എൻസെമ്പിൾസിൽ, അതായത് മൈക്രോ കാനോണിക്കൽ എൻസെമ്പിൾ, ഗ്രാൻഡ് കാനോണിക്കൽ എൻസെമ്പിൾ, കാനോണിക്കൽ എൻസെമ്പിൾ, ഈ 3 എൻസെമ്പിളിലുള്ള ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻസ് എന്ത് ചെയ്തു, നമ്മൾ ഡിറൈവ് ചെയ്തു ബേസിസ് ഓഫ് ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ്. ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ബേസിസിലുള്ള ഇക്വേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്തു. 3 സ്റ്റാറ്റിസ്റ്റിക്സിൽ മാക്സ്വെൽസ് ബോൾട്ട്സ്മാൻസിലും ഫെർമി ഡിറാക്കിലും ബോസ്-ഐൻസ്റ്റീനും എന്ത് ചെയ്തു, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്തു. ഇപ്പോൾ മാക്സ്വെൽ ബോൾട്ട്സ്മാനിലാണെങ്കിൽ നമ്മൾ ലോഗ് ഒമേഗ എൻ ഐ ആണ് നമ്മൾ 3 സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ഡിറൈവ് ചെയ്തത്. ഇപ്പോൾ കാനോണിക്കലാണെങ്കിൽ കാനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ നമ്മൾ 3 സ്റ്റാറ്റിസ്റ്റിക്സിലും ഡിറൈവ് ചെയ്തു. ഗ്രാൻഡ് കാനോണിക്കലാണെങ്കിൽ കാനോണിക്കൽ ആക്ച്വലി മാക്സ്വെൽ ബോൾട്ട്സ്മാനിൽ മാത്രമേ പറ്റുള്ളൂ, മറ്റു രണ്ടിലും നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് നമ്മൾ ചെയ്തില്ല. പിന്നെ ഗ്രാൻഡ് കാനോണിക്കലാണെങ്കിൽ പാർട്ടീഷൻ ഫംഗ്ഷൻ നമ്മൾ 3 സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ ഡിറൈവ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്താ പറയുക, നമ്മൾ ആവറേജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസും അതുപോലെ തന്നെ ആവറേജ് എനർജിയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടുപിടിച്ചിരുന്നത്. അവിടെയാണ് അവസാനമായിട്ട് നമ്മളത് അവസാനിപ്പിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ. സോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഓക്കെ, സോ അതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്. ഓക്കെ, ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ദി സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് occupation number. Okay, statistics of occupation number. Okay, വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഒക്യുപ്പേഷൻ നമ്പർ. ഒക്യുപ്പേഷൻ നമ്പറിൻ്റെ ഇക്വേഷനും അതിൻ്റെ ഗ്രാഫൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. സോ ഒക്യുപ്പേഷൻ നമ്പർ നമ്മൾ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത്? 3 സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള ഒക്യുപ്പേഷൻ നമ്പർ. ഒക്യുപ്പേഷൻ നമ്പർ മീൻസ് അതിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. ഈച്ച് ലെവലിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ലോ എന്നൊക്കെ പറയുന്ന പോലെ, അതായത് എങ്ങനെയാണ് പാർട്ടിക്കിൾസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൊരു ലോ ഒക്കെ പോലുള്ളൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യലാണ് നമ്മൾ ഉദ്ദേശിച്ചത്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രാൻഡ് കാനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷനിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഗ്രാൻഡ് കാനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ നമുക്കറിയാം, വി ഹാവ് സീറ്റ സെറ്റ് വി ടി ഇസ് ഈക്വൽ ടു, നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ള ഇക്വേഷനാണ്, സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു 0 to infinity ഫുഗാസിറ്റി റേസ് ടു എൻ, അതുപോലെ സമ്മേഷൻ ഓവർ ഓൾഡ് സെറ്റ് എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ സമ്മേഷൻ ഓവർ ഇ എൻ എപ്സിലോൺ. ഓക്കെ. സോ നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ള ഇക്വേഷനാണ്. ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ഓക്കെ. നൗ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എപ്സിലോൺ എന്ത് ചെയ്യാം, ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു എപ്സിലോൺ എന്ത് ചെയ്യാം, നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ. എപ്സിലോൺ എന്നുള്ള ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് എനർജീസ് ഉണ്ട്. E1, E2, E3 മുതൽ En വരെയുള്ള ഒരുപാട് എനർജീസ് ഉണ്ട്. അതിനുള്ള ഒരു പെർട്ടിക്കുലർ എനർജി, ഇപ്പോൾ E1 എന്ന് പറയുന്ന പെർട്ടിക്കുലർ എനർജി അല്ലെങ്കിൽ E2 എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ എനർജിക്ക് മാത്രം കറസ്പോണ്ടിങ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഡിഫറൻസിയേഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഓക്കെ. ഫോർ എ പെർട്ടിക്കുലർ എനർജി എപ്സിലോൺ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുന്നത്. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു, ഫസ്റ്റ് ടേം അങ്ങനെ തന്നെ വന്നു, സമ്മേഷൻ n is equal to 0 to infinity z raised to n. Now ഈ ടേം വന്നിട്ട് മാറും സമ്മേഷൻ n എപ്സിലോൺ e raised to മൈനസ് ബീറ്റ, എക്സ്പോണൻഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ കിട്ടും n എപ്സിലോൺ ഇൻറ്റു, ഇനി ഈ ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടും എപ്സിലോൺ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഒരു പെർട്ടിക്കുലർ എനർജിക്ക് മാത്രമാണ് ചെയ്യുന്നത്. സോ സമ്മേഷൻ ഉണ്ടാവില്ല. സോ മൈനസ് ബീറ്റ എൻ എപ്സിലോൺ വരും. ഓക്കെ. കാരണം സമ്മേഷൻ ഇല്ലാത്തതെന്ന് വെച്ചാൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ എനർജി കറസ്പോണ്ടിങ് മാത്രമേ ചെയ്യുന്നത്. സോ സമ്മേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, അവിടെ വരുന്നില്ല. ഓക്കെ. അതായത് ഇപ്പോൾ ഇവിടെ E1 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നെങ്കിൽ ഇവിടെ എന്തായാലും വരും N1 വരും, അവിടെ E2 ആണെങ്കിൽ ഇവിടെ N2 വരും. ഓക്കെ. അപ്പോൾ നമ്മൾ എല്ലാ എനർജി എടുക്കേണ്ട കാര്യമില്ല, ഒരു പെർട്ടിക്കുലർ എനർജി കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് എന്ത് വരാത്തത്, അവിടെ സമ്മേഷൻ വരാത്തത്. ഓക്കെ. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു, നമുക്ക് എന്ത് ചെയ്യാം, ഈ -1/β അപ്പുറത്ത് കൊടുക്കാം. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു -1/β ഡോ ഫുഗാസിറ്റി ഡോ ഓഫ് പാർട്ടീഷൻ ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ ഡോ എപ്സിലോൺ is equal to എന്ത് വരും, ബാക്കി സമ്മേഷൻ n is equal to 0 to infinity ഫുഗാസിറ്റി റേസ് ടു n ഉണ്ട്, പിന്നെ സമ്മേഷൻ e റേസ് ടു മൈനസ് ബീറ്റ സമ്മേഷൻ ഓവർ എപ്സിലോൺ n എപ്സിലോൺ. ഓക്കെ. സോ ഇതാണ് വരിക. ഓക്കെ. -1/β എന്ത് ചെയ്തു, നമ്മൾ ഇപ്പുറത്തേക്ക് എടുത്തു. ഇനി രണ്ട് സൈഡിലും ഒരു പാർട്ടീഷൻ ഫംഗ്ഷൻ നമ്മൾ ഈ സീറ്റിനായിട്ട് എന്ത് ചെയ്യുക,
ഡിവൈഡ് ചെയ്യുക. സോ നമുക്ക് കിട്ടും ലെഫ്റ്റ് സൈഡിൽ 1 ബൈ സീറ്റ ഇൻറ്റു മൈനസ് 1 ബൈ ബീറ്റ minus 1 by beta into dou theta by dou sigma. Okay, left side ഇത് 1 by theta ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു, which will be is equal to ഇവിടെയും കൊടുക്കാം. So the summation n is equal to 0 to infinity z raised to n summation over n epsilon e raised to minus beta summation over epsilon n epsilon divided by theta ചെയ്തു. ഓക്കെ, ഒരു ഇൻറ്റു ഇവിടെ ഒരു എൻ ഇ കൂടി ഉണ്ടല്ലോ, ഇവിടെ എൻ ഇ കൂടി ബാക്കിയില്ലേ. സോ ഇവിടെ ഒരു എൻ ഇയും കൂടി ബാക്കിയുണ്ട്. ഓക്കെ, സോ ഇൻറ്റു എൻ ഇ വരും. ഓക്കെ, നൗ ലെഫ്റ്റ് സൈഡിൽ വലിയ വ്യത്യാസമില്ല. ലെഫ്റ്റ് സൈഡ് നമ്മൾ അതേപോലെ തന്നെ എഴുതി 1 ബൈ സീറ്റ ഇൻറ്റു മൈനസ് 1 ബൈ ബീറ്റ, പിന്നെ ഡോ ഓഫ് സീറ്റ ഡിവൈഡഡ് ബൈ dou epsilon will be is equal to now look at the right side നോക്കുക. റൈറ്റ് സൈഡിൽ നമ്മൾ ഈ n epsilon ഒഴികെയുള്ള ബാക്കിയുള്ള ടേംസ് നോക്കാം. സോ ദിസ് ഈസ് ഈ ടേമിനെ കംപ്ലീറ്റ് നോക്കാം. ആ ടേം നമ്മൾ ഗ്രാൻഡ് കാനോണിക്കൽ എൻസംബിൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ദിസ് ഈസ് ദി പ്രോബബിലിറ്റി. ഈ ടേം എന്താണ്? പ്രോബബിലിറ്റി ആണ്. ഓക്കെ, പ്രോബബിലിറ്റി ഇത് കംപ്ലീറ്റ് വരില്ല, ഈ സമ്മേഷൻ ഒഴികെ ഉണ്ടായിട്ടില്ല, ഈ സമ്മേഷൻ ഒഴികെട്ട ഇതുവരെ. Okay, so z raised to n into summation e term divided by partition function എന്ന് പറഞ്ഞാൽ it is the probability. So summation n epsilon into probability ആണ് വരുന്നത്. So it will give us the average value ആണ് നമുക്ക് തരിക. So average value n epsilon ആണ് നമുക്ക് തരിക അല്ലേ. സോ അതായത് നമുക്കിപ്പോൾ x bar is equal to summation over r xr pr എന്ന് എഴുതുന്ന പോലെയാണ്. അതായത് ഇവിടെ probability ഉണ്ട്, പിന്നെ summation ഉണ്ട്, ഇവിടെ n ഉണ്ട്. സോ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ആവറേജ് വാല്യൂ ഓഫ് എക്സ് കിട്ടുന്ന പോലെ നമുക്ക് ഇവിടെ കിട്ടും ആവറേജ് വാല്യൂ ഓഫ് n കിട്ടും. വേർ ദിസ് n ഈസ് കോൾഡ് നമ്മൾ എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് ആവറേജ് വാല്യൂ എന്ന് വിളിക്കും. ഇവിടെ നമ്മൾ അതിനെ വിളിക്കുന്നത് ഒക്യുപ്പേഷൻ നമ്പർ. ഇവിടെ നമ്മൾ അതിനെ വിളിക്കുന്നതാണ് ഒക്യുപ്പേഷൻ നമ്പർ. എന്നാണ് പറയുക. സോ ഒക്യുപ്പേഷൻ നമ്പർ n epsilon is equal to occupation number n epsilon is equal to minus 1 by theta minus 1 by beta dou theta by dou epsilon. Okay, dou theta by dou epsilon നമുക്ക് കിട്ടാം. Let this be equation number 2. Okay, നമുക്ക് equation number 2 ആയിട്ട് കൊടുക്കാം. Okay, now നമുക്ക് വേറെ ഒരു ടേം നമുക്ക് കൺസിഡർ ചെയ്യാം. Now consider minus 1 by beta dou q by dou epsilon ചെയ്യാം നമുക്ക്. q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ q പൊട്ടൻഷ്യൽ ആണ്. സോ minus 1 by beta dou by dou epsilon of q potential എന്ന് പറയുന്നത് q potential is log of partition function ആണ്. സോ which will be equal to log of partition function ആണ്. നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ്. സോ which will be equal to minus 1 by beta ലോഗിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 by കിട്ടും, പിന്നെ ഒരു ഡോ സീറ്റ ബൈ ഡോ സിഗ്മ വരും. ഓക്കെ, നൗ ഈ ടേം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇക്വേഷൻ 2ന്റെ റൈറ്റ് സൈഡ് എടുക്കുന്നത്. ഓക്കെ, സോ വി ക്യാൻ റീപ്ലേസ് ഇക്വേഷൻ 3 ഫോർ ദി റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ഇക്വേഷൻ 2. ഇക്വേഷൻ 2ന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് എന്ത് മാറ്റാൻ പറ്റും, ഇക്വേഷൻ 3 ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. സോ നമുക്ക് എന്ത് കിട്ടും, expectation value or occupation number n epsilon is equal to എന്ത് കിട്ടും, minus 1 by beta dou q divided by dou epsilon കിട്ടും നമുക്ക്. ഓക്കെ, dou q divided by dou epsilon. Now q ന്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. this be equation number 4 കൊണ്ട് നമുക്ക് കൊടുക്കാം. q ന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. q ന്റെ ജനറൽ എക്സ്പ്രഷൻ നമുക്കുണ്ട്. സോ അവിടെ നമുക്ക് dou q by dou epsilon നമുക്ക് ഈസിലി നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. സോ q is equal to general expression 1 by a summation over epsilon. Okay, summation over epsilon log 1 plus
എ സെഡ് ഇ റേസ് ടു മൈനസ് ബീറ്റ എപ്സിലോൺ. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടുന്നത് ക്യൂവിൻ്റെ ജനറൽ എക്സ്പ്രഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ആണ്. സോ വിത്ത് റെസ്പെക്ട് ടു എപ്സിലോൺ എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോ സോ ഡോ ക്യൂ ബൈ ഡോ എപ്സിലോൺ, ഡോ ക്യൂ ബൈ ഡോ എപ്സിലോൺ എന്ത് കിട്ടും, 1/a കോൺസ്റ്റൻ്റ് ആണ്, അതേപോലെ തന്നെ നിർത്തി. നൗ ലോഗിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ലോഗിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1/1 പ്ലസ് എ സെഡ് ഇ റേസ് ടു മൈനസ് ബീറ്റ എപ്സിലോൺ നമുക്ക് കിട്ടും. നൗ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഈ സമ്മേഷൻ നമുക്ക് എടുക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഒരു പെർട്ടിക്കുലർ എനർജി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. സോ സമ്മേഷനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, ആക്ച്വലി സമ്മേഷൻ എടുക്കേണ്ട കാര്യമില്ല, അവിടെ സമ്മേഷൻ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. സോ ലോഗ് ചെയ്യുമ്പോൾ 1/, കിട്ടി. പിന്നെ ലോഗിനുള്ളിൽ തൊട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എ സെഡ് ഇ റേസ് ടു മൈനസ് ബീറ്റ എപ്സിലോൺ. ഓക്കെ, സെഡ് ഇ റേസ് ടു മൈനസ് ബീറ്റ എപ്സിലോൺ. പിന്നെ സെഡ് മൈനസ് ഇ റേസ് ടു എ സെഡ് കോൺസ്റ്റൻ്റ് ആണ്, ഇ റേസ് ടു എക്സ്പോണൻഷ്യൽ ചെയ്യുമ്പോൾ ഇ റേസ് മൈനസ് ബീറ്റ ഇ ഇൻറ്റു മൈനസ് ബീറ്റ വരും. ഓക്കെ, ഇൻറ്റു മൈനസ് ബീറ്റ. ഓക്കെ, ഇ റേസ് മൈനസ് ബീറ്റ ഇന് ചെയ്യുമ്പോൾ മൈനസ് ബീറ്റ വന്നു. ഓക്കെ, സോ നമുക്ക് ഈ മൈനസ് ബീറ്റനെ അപ്പുറത്ത് എടുക്കാം. സോ മൈനസ് 1/ബീറ്റ ഇൻറ്റു ഡോ ക്യൂ ബൈ ഡോ എപ്സിലോൺ. Okay, dou q by dou epsilon will be is equal to let us cancel out this a and a നും നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ബാക്കിയുള്ളത് സെഡ് ഇ റേസ് ടു മൈനസ് ബീറ്റ എപ്സിലോൺ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എ സെഡ് ഇ റേസ് ടു മൈനസ് ബീറ്റ എപ്സിലോൺ. ഓക്കെ, നൗ സെഡ് ഇ റേസ് മൈനസ് ബീറ്റ എപ്സിലോൺ ആയിട്ട് എന്ത് ചെയ്യുക, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്യുക. സോ നമുക്കെന്ത് കിട്ടും, ന്യൂമറേറ്റർ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1/, പിന്നെ ഡിനോമിനേറ്റർ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടും 1/z ഇ റേസ് മൈനസ് ബീറ്റ ആയി കിട്ടും. അതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, z റേസ് ടു മൈനസ് 1 ഇ റേസ് ടു ബീറ്റ എപ്സിലോൺ കൊടുക്കാം. പിന്നെ പ്ലസ് പിന്നെ എ സെഡ് ഇ റേസ് മൈനസ് ബീറ്റ ഇ ഡിവൈഡഡ് ബൈ z ഇ റേസ് മൈനസ് ബീറ്റ ഇ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, വി വിൽ ഗെറ്റ് എ. ഓക്കെ, വി വിൽ ഗെറ്റ് എ. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി, occupation number n epsilon. Occupation number n epsilon is equal to 1/z raised to minus 1 e raised to beta epsilon plus a എന്ന് കൊണ്ട് കിട്ടി. ഓക്കെ, നൗ z നമുക്കറിയാം ഫുഗാസിറ്റി ആണ്, z is e raised to minus alpha and alpha എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ alpha is minus mu by kt. so z is actually എന്താണ്, z is actually e raised to mu by kt. mu എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കെമിക്കൽ പൊട്ടൻഷ്യൽ ആണ്. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, occupation number n epsilon, occupation number n epsilon is equal to 1/, e raised to mu by kt into e raised to beta 1/kt ആണ്. സോ e by kt, e by kt ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ടല്ലോ അല്ലേ, ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. സോ ഇവിടെ ഒരു മൈനസ് വരും. സോ ഇവിടെ മൈനസ് വരും, e raised to e by kt പ്ലസ് എ വരും. ഓക്കെ, പ്ലസ് എ വരും. ഓക്കെ, സോ ദി ഒക്യുപ്പേഷൻ നമ്പർ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, കമ്പൈൻ ചെയ്തിട്ട് occupation number n epsilon will be is equal to 1/, e raised to 1/, e raised to ഇവിടെ എന്തുണ്ട്, e മൈനസ് മ്യൂ എഴുതാം അല്ലേ, e മൈനസ് മ്യൂ എഴുതാം. സോ 1/, epsilon e മൈനസ് മ്യൂ ബൈ കെ ടി പ്ലസ് എ എന്ന് പറഞ്ഞിട്ട് കിട്ടും നമുക്ക്. ഓക്കെ, സോ ദിസ് ഈസ് ദി ഇക്വേഷൻ ഫോർ ദി എക്സ്പെക്ടേഷൻ വെച്ച് എക്സ്പെക്ടേഷൻ വരില്ല, ഒക്യുപ്പേഷൻ നമ്പറിൻ്റെ ഇക്വേഷൻ ആണ് വരും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് ഈ ഇക്വേഷൻ. നൗ നമുക്കിത് ഓരോ സ്റ്റാറ്റിസ്റ്റിക്സിനുള്ള ഒക്യുപ്പേഷൻ നമ്പർ നമുക്ക് സെപ്പറേറ്റ്ലി നമുക്ക് എടുക്കാൻ പറ്റും. ഫോർ നമുക്കറിയാം a is equal to 0 for Maxwell Boltzmann equation, a equal to -1, a equal to -1 for Bose-Einstein and a equal to +1 for Fermi-Dirac statistics. Okay, so and e minus mu by kt നമുക്ക് x എന്ന് കൊടുക്കുക വിചാരിക്കാം, e minus mu by kt ക്ക് നമ്മൾ x എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, occupation number for Maxwell Boltzmann നമുക്ക് എങ്ങനെ എഴുതാം, 1/, e raised to x plus 0 വരും, 1/, e raised to x and occupation number for Fermi-Dirac
Fermi-Dirac വരുമ്പോൾ +1 വരും അല്ലേ. അപ്പോൾ 1/e⁻x+1 വരും. ആൻഡ് occupation number for Bose-Einstein വരുമ്പോൾ മൈനസ് വരും. സോ 1/e⁻x-1. ഓക്കെ, സോ ദീസ് ആർ ദി occupation numbers ഫോർ ദി 3 statistics. 3 സ്റ്റാറ്റിസ്റ്റിക്സിനുള്ള occupation നമ്പർ ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ occupation നമ്പറും അതേപോലെ തന്നെ അതിൻ്റെ ഗ്രാഫിനെ പറ്റിയിട്ടും ചോദിച്ചിരുന്നു. അതിൻ്റെ ഗ്രാഫിൻ്റെ ഷേപ്പും അതിൻ്റെ ഗ്രാഫിൻ്റെ പ്രത്യേകതയൊക്കെ ചോദിച്ചിരുന്നു. ഓക്കെ, സോ നമുക്ക് അതിൻ്റെ ഗ്രാഫും കൂടി ഒന്ന് പ്ലോട്ട് ചെയ്യാം. ആക്ച്വലി ഗ്രാഫും കൂടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് പ്ലോട്ട് ചെയ്യാം. സോ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 ഇക്വേഷൻസ് ആണുള്ളത് അല്ലേ. സോ വി ഹാവ് 3 ഇക്വേഷൻസ്. ഒന്ന് മാക്സ്വെൽ ബോൾട്സ്മാൻ്റെ 1/e⁻x, പിന്നെ ഫെർമി-ഡിറാക്കിൻ്റെ 1/e⁻x+1, പിന്നെ ബോസ്-ഐൻസ്റ്റീൻ്റെ 1/e⁻x-1. നമുക്ക് 3 ഗ്രാഫ് നമുക്കൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കി നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് മാക്സ്വെൽ ബോൾട്സ്മാൻ ചെയ്ത് നോക്കാം. 1/exponential(x) അല്ലേ, 1/exponential(x). ഓക്കെ, 1/exponential(x) വരുമ്പോൾ നമുക്ക് ബ്ലാക്ക് ഗ്രാഫ് നമുക്ക് എന്ത് കിട്ടി, ഈ രീതിയിൽ കിട്ടി. സെക്കൻഡ് ഗ്രാഫ് 1/exponential(x) +1 നോക്കാം. +1 ദാറ്റ് ഈസ് ഫെർമി-ഡിറാക്കിൻ്റെ ഗ്രാഫ് കിട്ടി. 1/exponential(x -1). ഓക്കെ, സോ അതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള എന്ത്, ബോസ്-ഐൻസ്റ്റീൻ്റെ ഗ്രാഫ്. ഓക്കെ, സോ ഇതാണ് ഗ്രാഫിൻ്റെ ഷേപ്പ് വരിക. ഇതിൽ ബ്ലാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സ്വെൽ ബോൾട്സ്മാൻ ഗ്രാഫാണ്, ചുവപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെർമി-ഡിറാക്ക് ആണ്, ആൻഡ് ഈ ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് മാക്സ്വെൽ ബോൾട്സ്മാൻ ആണ്. ഓക്കെ, സോ ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് ശ്രദ്ധിക്കുക. ആൻഡ് ഈ റീജിയണിൽ 3 സ്റ്റാറ്റിസ്റ്റിക്സും സെയിം ആയിട്ടാണ് വരുന്നത്. ഓക്കെ, വേണ്ട, ഈ റീജിയണിൽ 3 സ്റ്റാറ്റിസ്റ്റിക്സും സെയിം ആയിട്ടാണ് വരുന്നത്. ആൻഡ് ഇറ്റ് അപ്രോച്ചസ് 0 ഒക്കെ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് 3 വരുന്നത് 3 സെപ്പറേറ്റ് ആയിട്ട് പോകുന്നത്. ഓക്കെ, ആൻഡ് ഫെർമി-ഡിറാക്കിൽ നമുക്ക് ഗ്രാഫിൻ്റെ വാല്യൂസ് ഒന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. നമുക്ക് 3 ഗ്രാഫിൻ്റെയും ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം ആക്ച്വലി. ഓക്കെ, സോ ലെറ്റ് us ഫസ്റ്റ് നമുക്ക് ആദ്യം ഫെർമി-ഡിറാക്ക് കേസ് ഒന്ന് നോക്കി നോക്കാം. ഫെർമി-ഡിറാക്ക് കേസ്. ഓക്കെ, ഫെർമി-ഡിറാക്ക് കേസിൽ ഫെർമി-ഡിറാക്കിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ occupation നമ്പർ വരുന്നത് 1/exponential(x+1) ആണ് നമുക്ക് കിട്ടുന്നത് occupation നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമുക്കറിയാം e⁻x. ഓക്കെ, e⁻x-ൻ്റെ വാല്യൂ വിൽ ഓൾവേസ് ബി ഗ്രേറ്റർ ദാൻ 0. e⁻x-ൻ്റെ വാല്യൂ ഇപ്പോൾ എന്തായിരിക്കും, എക്സ്പെക്ടേഷൻ വാല്യൂ എക്സ്പോണൻഷ്യൽ വാല്യൂ, എക്സിൻ്റെ ഒരു എക്സ്പോണൻഷ്യൽ വാല്യൂ നമ്മൾ എങ്ങനെ എടുത്തു കഴിഞ്ഞാലും അതൊക്കെ എന്തായിരിക്കും, എപ്പോഴും 1-നേക്കാൾ കൂടുതലായിരിക്കും. സോ ഈ എക്സിൻ്റെ e⁻x എപ്പോഴും എന്തായിരിക്കും, 1-നേക്കാൾ കൂടുതലായിരിക്കും. e⁻x എപ്പോഴും എന്തായിരിക്കും, 1-നേക്കാൾ കൂടുതലായിരിക്കും. സോ occupation നമ്പർ വാല്യൂ എപ്പോഴും എന്തായിരിക്കും, ഇപ്പോൾ ഇവിടെ എങ്ങനെ പോയാലും ഹൈ വാല്യൂ ആണ് വരിക. ഡിനോമിനേറ്റർ എപ്പോഴും ഹൈ വാല്യൂ ആണ്, കാരണം എന്തായാലും 0-നേക്കാളും കൂടുതലാണ്. സോ 1, 2, 3 അങ്ങനെ വാല്യൂസ് വരികയാണെങ്കിൽ 1/2, 1/3, 1/4 അങ്ങനെയാണ് എന്ത് വരിക, occupation നമ്പറിൻ്റെ വാല്യൂ വരിക. സോ ഇറ്റ് വിൽ ഓൾവേസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. 1-നേക്കാളും എപ്പോഴും എന്തായിരിക്കും, ചെറുതായിരിക്കും അതിൻ്റെ വാല്യൂ ഉണ്ടാവുക. ഓക്കെ, 1-നേക്കാളും ചെറുത് മീൻസ് അതെന്തായിരിക്കും, ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ എന്തായിരിക്കും 1. എന്തായാലും ഡെസിമൽ പോയിന്റ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല, പാർട്ടിക്കിൾസ് ആക്കി മേക്ക് ചെയ്യാൻ പറ്റില്ല. സോ 1-നേക്കാളും ചെറിയ വാല്യൂസ് മാത്രമേ എന്തുള്ളൂ, occupation നമ്പർ ആയിട്ട് ഫെർമി-ഡിറാക്ക് കേസിൽ ഉണ്ടാവുള്ളൂ. സോ ഇറ്റ് ഈസ് എയ്തർ 0 ഓർ ഇറ്റ് ഈസ് എന്തായിരിക്കും, 1 ആയിരിക്കും. ഓക്കെ, 1 ആയിരിക്കും. 1 ആവുന്ന കണ്ടീഷൻ എന്തായിരിക്കും, 1 ആവുന്ന കണ്ടീഷൻ പറഞ്ഞാൽ എക്സ് വെരി ഗ്രേറ്റർ ദാൻ 1. എക്സ് ഗ്രേറ്റർ ദാൻ 1 മീൻസ് e⁻μ/kt എന്തായിരിക്കണം, വെരി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. വെരി ഗ്രേറ്റർ ദാൻ 1 മീൻസ് എന്ത് വരും, e⁻μ/kt ആണ്. ഓക്കെ, സോ എന്ത് വരും, e⁻ ഇൻഫിനിറ്റി വരും, e⁻ 0 വരും. സോ 1/1 എന്ത് വരും, 1 വരും. ഓക്കെ, സോ 2 കേസുകളാണ് ഫെർമി-ഡിറാക്കിൽ വരിക. ഒന്നെങ്കിൽ e⁻x സാധാ വാല്യൂസ് ആണെങ്കിൽ എന്തായാലും e⁻x പോസിറ്റീവ് വാല്യൂ ആണ് വരിക. സോ e⁻x പോസിറ്റീവ് വാല്യൂ വരുമ്പോൾ n of യുടെ വാല്യൂ എന്തായിരിക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും, അതായത് 0 ആയിരിക്കും, 1-ൻ്റെ അപ്പുറം പോവില്ല. ഇനി വേറൊരു എക്സ്ട്രീം കേസ് വരുന്നത് എക്സ് വെരി ഗ്രേറ്റർ ദാൻ 1 ആവാം. എക്സ് വെരി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എന്തായിട്ട് മാറും, നമ്മളെ occupation നമ്പർ വിൽ ഗോസ് ടു 1 ആയിരിക്കും. ഓക്കെ, സോ എയ്തർ 0 ഓർ 1 അതാണ് ഈ ഗ്രാഫിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ഈ ഗ്രാഫ് നോക്കി, ഈ ഫെർമി-ഡിറാക്കിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവപ്പാണ്. ഓക്കെ, നൗ എക്സ് ടെൻസ് ടു
കണ്ട ഇവിടെ 0 1 ആണ് ഈ വാല്യൂ നോക്കുക. 1 ആണ് ഇത് വരുന്നത് മാക്സിമം വാല്യൂ. കണ്ട 1ലേക്കാണ് ഈ ഗ്രാഫ് പൊക്കോണ്ടിരിക്കുന്നത്. ഇവിടേക്ക് ആകുമ്പോൾ എന്താണ് ഗ്രാഫ് 0ലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് 0 ആകുമ്പോൾ ഓക്കെ വാല്യൂ നമുക്ക് ചെയ്ത് നോക്കാം. when e is equal to mu, ഈ mu സെയിം ആണെന്ന് വിചാരിക്കുക. ഈ mu സെയിം ആണെങ്കിൽ e raised to 0 വരും, e raised to 0 1 ആണ്, 1 plus 1 വരും, 1 plus 1 എന്തായിട്ട് മാറും 2 ആയിട്ട് മാറും അല്ലേ. 1 plus 1 2 ആയിട്ട് മാറും. സോ എക്സ്പെക്ടേഷൻ വാല്യൂ എന്ത് വരും 1/2 വരും, 0.5 വരും. ഓക്കെ, അപ്പോൾ x is equal to 0 അതിൻ്റെ വാല്യൂ എന്ത് വരും 0.5, 0.5ലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നോ എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റിക്ക് പോവുകയാണെങ്കിൽ എന്തായിട്ട് മാറും 1 ആയിട്ട് മാറും, 1 ആയിട്ട് മാറും. അതാണ് നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുള്ള കേസ്. e raised to minus mu by kt വെരി വെരി ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ എന്തായിരിക്കും എക്സ്പെക്ടേഷൻ വാല്യൂ 1 ആയിട്ട്, എക്സ്പെക്ടേഷൻ വാല്യൂ അല്ല ഒക്യുപ്പേഷൻ നമ്പർ എന്തായിട്ട് മാറും 1 ആയിട്ട് മാറും. ഓക്കെ, സോ ഇതാണ് ഫെർമി-ഡിറാക് കേസിൻ്റെ ഗ്രാഫിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത്. ഓക്കെ, നോ ബോസൈൻസ്റ്റീൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ബോസൈൻസ്റ്റീൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ബോസൈൻസ്റ്റീനിൽ വരുന്ന ഒക്യുപ്പേഷൻ നമ്പർ n epsilon. ഒക്യുപ്പേഷൻ നമ്പർ n epsilon എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/e raised to x minus 1 ആണ് എന്ത് കിട്ടുന്നത് ബോസൈൻസ്റ്റീൻ്റെ ഒക്യുപ്പേഷൻ നമ്പർ വരുന്നത്. ബോസൈൻസ്റ്റീനിൽ ആക്ച്വലി ഒരു എക്സ്ട്രാ ഒരു കണ്ടീഷനും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു. കണ്ട ഈ ഒരു കണ്ടീഷൻ. ഓക്കെ, ഈ ഒരു കണ്ടീഷനും കൂടി എന്ത് ചെയ്യണം നമ്മളെ ബോസൈൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ അത് സാറ്റിസ്ഫൈ ചെയ്യണം. z e raised to minus beta e is very very less than 1. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടീഷനും കൂടി എന്ത് ചെയ്യാണ്ട് ഇവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്യാണ്ട്. സോ z e raised to minus beta e must be 1. z പറഞ്ഞു കഴിഞ്ഞാൽ e raised to minus alpha ആണ്, ആൽഫ പറഞ്ഞു കഴിഞ്ഞാൽ mu by kt ആണ്. സോ which is e raised to z e raised to minus e minus mu by kt എന്തായിരിക്കണം ലെസ് ദാൻ 1 ആയിരിക്കണം. ഓക്കെ, അല്ല mu minus c സോ നമുക്ക് വായിക്കാം. സോ ഓക്കെ, സോ z പറഞ്ഞു കഴിഞ്ഞാൽ e raised to minus alpha ആണ്, ആൽഫ പറഞ്ഞു കഴിഞ്ഞാൽ mu by kt ആണ്. സോ z e raised to minus beta e less than 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e raised to mu minus e by kt by k e raised to mu minus e by kt എന്തായിരിക്കണം ലെസ് ദാൻ 1 ആയിരിക്കണം. ഓക്കെ, സോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം mu ഷുഡ് ബി ലെസ് ദാൻ e ആയിരിക്കണം. mu എന്തായിരിക്കണം ലെസ് ദാൻ e ആയിരിക്കണം. അതായത് കെമിക്കൽ പൊട്ടൻഷ്യൽ മസ്റ്റ് ബി ലെസ് ദാൻ ദാറ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ എനർജി സ്റ്റേറ്റ്. ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾ എനർജി സ്റ്റേറ്റിനേക്കാളും കുറവായിരിക്കണം എപ്പോഴും എന്ത് കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, കെമിക്കൽ പൊട്ടൻഷ്യൽ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഇഫ് mu is equal to e. മ്യൂവും ഇയും സെയിം ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതാണ് ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കേസ്. സോ മ്യൂവും ഇയും സെയിം ആണെങ്കിൽ ഓക്കെ ലെറ്റ്സ് ലുക്ക് അറ്റ് ദിസ് കേസ്. മ്യൂവും ഇയും സെയിം ആണെങ്കിൽ എന്ത് വരും ഇവിടെ e raised to infinity വരും അല്ലേ, e raised to infinity 1 വരും. ഓക്കെ, സോ എന്ത് വരും 1/1 minus 0 വരും. ഓക്കെ, സോ എന്ത് വരും 1/1 minus 0 വരും. സോ 1/1 minus 1 വരും. സോ ഇറ്റ് വിൽ ബി 1/0 വരും. സോ ഇറ്റ് ഗോസ് ടു ഇൻഫിനിറ്റി ആയിട്ട് മാറും. അപ്പോൾ mu ഈക്വൽ ടു എപ്സിലോൺ ആണെങ്കിൽ നമ്മളെ ഒക്യുപ്പേഷൻ നമ്പർ എന്തായിട്ട് മാറും ഒക്യുപ്പേഷൻ നമ്പർ ഇൻഫിനിറ്റി ആയിട്ട് മാറും. ആ കേസാണ് നമ്മൾ ഈ ഗ്രാഫിൽ കാണുന്നത്. ഓക്കെ, ഈ ബ്ലൂ ഗ്രാഫാണ് നമ്മുടെ ബോസൈൻസ്റ്റീൻ ഗ്രാഫ് പറഞ്ഞത്. ആ ഗ്രാഫാണ് ഇവർ പൊക്കോണ്ടിരിക്കുന്നത്. അതായത് 0 എത്തുമ്പോൾ മ്യൂവും ഈക്വൽ പറഞ്ഞു കഴിഞ്ഞാൽ 0ലേക്ക് എത്തുമ്പോൾ നമ്മൾ ഗ്രാഫിലൂടെ കാണുമ്പോൾ ഇൻഫിനിറ്റിയിൽ കാണുമ്പോൾ അതായത് ഒക്യുപ്പേഷൻ നമ്പർ ഇൻഫിനിറ്റി ആണ്. occupation number infinity means there will be infinite number of particles in state. നമ്മുടെ സ്റ്റേറ്റിൽ എന്തായിരിക്കും എപ്സിലോൺ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. ആൻഡ് ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ. ഈ കണ്ടീഷനെയാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ പറയുക. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ജസ്റ്റ് അത് പറഞ്ഞു. അതായത് mu is equal to e ആവുമ്പോൾ എന്തായിരിക്കും നമ്മൾ ഒക്യുപ്പേഷൻ നമ്പർ ടെൻസ് ടു ഇൻഫിനിറ്റി ആയിരിക്കും. സോ ആ കേസിലാണ് വിളിക്കുക നമ്മൾ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ എന്ന് വിളിക്കുക.
ഓക്കെ, നൗ മാക്സ്വൽ ബോൾട്സ്മാൻ. മാക്സ്വൽ ബോൾട്സ്മാനിൽ ആക്ച്വലി കാര്യമായിട്ടൊന്നും പറയാനില്ല. കാരണം നമ്മുടെ ഒക്യുപ്പേഷൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ട് വരും, 1/e⁻x ആണ്. ഈ 1/e⁻x ആണ്. ഓക്കെ, എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി e-e-μ/kt. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും, 1/e എക്സ്പോണൻഷ്യൽ e-μ/kt വരും. സോ തിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും, e⁻μ-e/kt ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ദാറ്റ് ഈസ് നമ്മുടെ ഒക്യുപ്പേഷൻ നമ്പർ. ഒക്യുപ്പേഷൻ നമ്പർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു e⁻ ഓക്കെ, സോ എനർജി കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സോ എനർജി കൂടിക്കഴിഞ്ഞാൽ ആസ് എനർജി ഇൻക്രീസസ് ഒക്യുപ്പേഷൻ നമ്പർ എന്ത് ചെയ്യും, കുറഞ്ഞുകൊണ്ടിരിക്കും. ഒക്യുപ്പേഷൻ നമ്പർ എന്ത് ചെയ്യും, കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, സോ എനർജി കൂടുന്തോറും നമ്മൾ ഒക്യുപ്പേഷൻ നമ്പർ എന്ത് ചെയ്യും, കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, സോ ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. ആസ് എനർജി ഇൻക്രീസസ് ദി ഒക്യുപ്പേഷൻ നമ്പർ ഡിക്രീസസ്. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മളെ മാക്സ്വൽ ബോൾസ് ഈ 3 ഗ്രാഫിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒക്യുപ്പേഷൻ നമ്പറിൻ്റെ ഇക്വേഷനും അതേപോലെ തന്നെ ഈ ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫെർമി-ഡിറാക്കി 1ലേക്ക് പോകുന്നതും അതേപോലെ തന്നെ ബോസ്-ഐൻസ്റ്റീൻ ഇൻഫിനിറ്റിക്ക് പോകുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വേറൊരു കാര്യം കൂടി ഇതിൽ പറയേണ്ടത് ആക്ച്വലി മാക്സ്വൽ ബോൾട്സ്മാനിൽ വേറൊരു കാര്യം കൂടി ആക്ച്വലി പറയുന്നുണ്ട്. ഓക്കെ, വേറെ കേസ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ മാക്സ്വൽ ബോൾട്സ്മാനിൽ തന്നെ ഇഫ് ഒരു ക്യൂരിയസ് കേസ് ഉണ്ട്. ഇഫ് എക്സ്പോണൻഷ്യൽ e-μ/kt, ഇഫ് എക്സ്പോണൻഷ്യൽ e-μ/kt ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, e⁻x ഈസ് വെരി 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 ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് വിചാരിക്കുക. വളരെ കൂടുതലാണെന്ന് വിചാരിക്കുക. വളരെ കൂടുതലായി കഴിഞ്ഞ് സംഭവിക്കും. സോ എക്സ്പെക്ടേഷൻ നമ്മുടെ ഒക്യുപ്പേഷൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്യുപ്പേഷൻ നമ്പർ ഈസ് ഈക്വൽ ടു 1/e⁻x ആണ്. നൗ ഈ e⁻xന്റെ വാല്യൂ വളരെ കൂടുതലാണ്, 1നെക്കാളും വളരെ കൂടുതലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് സംഭവിക്കും, നമ്മുടെ ഒക്യുപ്പേഷൻ നമ്പർ വിൽ ബി വെരി 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 ലെസ് ദാൻ 1 ആയിരിക്കും. ഒക്യുപ്പേഷൻ നമ്പർ എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. ഒക്യുപ്പേഷൻ നമ്പർ വളരെ കുറവാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം 1നെക്കാളും വളരെ കുറവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ നമുക്ക് ഒരുപാട് ലെവലുകൾ ഉണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, അതിൽ മിക്ക ലെവൽസും എന്തായിരിക്കും, വേക്കൻ്റ് ആയിരിക്കും. ചില ലെവലിലൊക്കെ ഒരാളുണ്ടായിരിക്കും. അങ്ങനെയായിരിക്കും എന്തുണ്ടാവുക, ഡിസ്ട്രിബ്യൂഷൻ സംഭവിക്കുന്നുണ്ടാവുക. ഓക്കെ, നമുക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ് ഫാക്ടർ, മാക്സ്വൽ ബോൾട്സ്മാൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ് ഫാക്ടർ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിരുന്നത് W(ni) is equal to 1/ni ഫാക്ടോറിയൽ വെച്ചിട്ടാണ് എന്ത് ചെയ്തത്, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ് ഫാക്ടർ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിരുന്നത്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ് ഫാക്ടർ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിരുന്നത്. സോ ഇവിടെ n1 ഫാക്ടോറിയൽ n2 ഫാക്ടോറിയൽ അങ്ങനെയാണ് ഓരോ ടേംസ് ആയിട്ട് കയറി വരുന്നത്. സോ ഇഫ് ni is വെരി വെരി ലെസ് ദാൻ 1, പിന്നെ വെരി വെരി ലെസ് ദാൻ 1 ആണെങ്കിൽ എന്തായിരിക്കും, ഇതിലുള്ള ഒട്ടുമിക്ക ടേംസുകളും എന്തായിരിക്കും, 0 ആയിട്ട് പോകും. ഓക്കെ, ഒട്ടുമിക്ക ടേംസുകളും 0 ആയിട്ട് പോകും. സോ ദിസ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈസ് ഈക്വൽ എന്തായിട്ട് മാറും, 1 ആയിട്ട് മാറും. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ് ഫാക്ടർ എന്തായിട്ട് മാറും, 1 ആയിട്ട് മാറും. സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ് ഫാക്ടർ 1 ആയി കഴിഞ്ഞാൽ സംഭവിക്കുക, ഓൾറെഡി നമ്മളെ ക്വാണ്ടം സ്റ്റാറ്റിലുള്ള ഫെർമി-ഡിറാക്കിൻ്റെയും ബോസ്-ഐൻസ്റ്റീൻ്റെയും സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ് ഫാക്ടർ 1 ആണ്. അല്ലെ, ഫെർമി-ഡിറാക്ക് ആണെങ്കിൽ 0 ഓർ 1 ആണ്. പക്ഷേ 1 ആണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കണ്ടീഷൻ. ആൻഡ് ബോസ്-ഐൻസ്റ്റീൻ ഈസ് ഓൾവേസ് 1. സോ മാക്സ്വൽ ബോൾട്സ്മാനും കൂടി എന്തായി കഴിഞ്ഞാൽ 1 ആയി കഴിഞ്ഞാൽ ഈ പെർട്ടിക്കുലർ കേസിൽ e⁻μ/kt എന്ന് പറയുന്ന കേസ് 1 ആണെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ് ഫാക്ടർ എന്തായിട്ട് മാറും, 1 ആയിട്ട് മാറും. സോ സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ് ഫാക്ടർ എന്താ 1 ആയി കഴിഞ്ഞാൽ സംഭവിക്കും, ദി ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ക്ലാസിക്കൽ ആൻഡ് ക്വാണ്ടം ബിക്കംസ് വെരി ലോ. അതായത് ക്ലാസിക്കൽ ട്രീറ്റ്മെൻറ്റും അല്ലെങ്കിൽ ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സും ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റിങ്ഷൻ എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. അതായത് നമ്മൾ ഗ്രാഫ് എന്ത് ചെയ്യും, മെർജ് ചെയ്യും. ക്വാണ്ടം സ്റ്റാറ്റിയുടെ ഗ്രാഫും ക്ലാസിക്കൽ സ്റ്റാറ്റിയുടെ ഗ്രാഫും തമ്മിൽ എന്ത് ചെയ്യും, മെർജ് ചെയ്യും. ആ മെർജ് ചെയ്യുന്ന റീജിയനാണ് ഏത് ആക്ച്വലി, ഈ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ആ മെർജ് ചെയ്യുന്ന റീജിയൻ ആണത്. ഓക്കെ, സോ വെൻ ഈ എക്സ്പോണൻഷ്യൽ e⁻μ/kt ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ 1, നമ്മൾ എന്തായിരിക്കും, നമ്മുടെ ഒക്യുപ്പേഷൻ നമ്പർ വളരെ കുറവായിരിക്കും. ഒക്യുപ്പേഷൻ നമ്പർ വളരെ കുറവായി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ് ഫാക്ടർ ആയിട്ട് മാറും, 1 ആയിട്ട് മാറും മാക്സ്വൽ ബോൾട്സ്മാൻ്റെ. സോ മാക്സ്വൽ ബോൾട്സ്മാൻ്റെ 1 ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ റീജിയനിൽ, സോ അതാണ് ഈ റീജിയൻ കണ്ടിട്ടുള്ളത്, 3 ഗ്രാഫ്സും കൂടി മെർജ് ചെയ്യുന്ന ഈ റീജിയൻ. ഓക്കെ, ആ റീജിയനിൽ സംഭവിക്കും, നമ്മുടെ ക്വാണ്ടം സ്റ്റാറ്റിയുടെ ഗ്രാഫും അതേപോലെ തന്നെ ക്ലാസിക്കൽ സ്റ്റാറ്റിയുടെ ഗ്രാഫും തമ്മിൽ എന്ത് ചെയ്യും, അങ്ങോട്ടും മെർജ് ചെയ്യും. ഓക്കെ, സോ ആ റീജിയൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ ഈ ഗ്രാഫ് ഒന്ന് മനസ്സിലാവണം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഗ്രാഫിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. സോ അതുകൊണ്ടാണ് ഇത് എടുത്തെടുത്ത് പറയുന്നത്. മാത്രമല്ല ഈ ഒക്യുപ്പേഷൻ നമ്പറിൻ്റെ പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒക്യുപ്പേഷൻ നമ്പറിൻ്റെ പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ,
ഓക്കെ, അതേപോലെ ഇവിടെ ഒരു പോയിന്റ് കൂടി പറയുന്നുണ്ട്, അതായത് വാലിഡിറ്റി ഓഫ് ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഏത് പോയിന്റ് വരെയാണ് വാലിഡ് ആവുക എന്നുള്ളതിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒരു കണ്ടീഷൻ മാത്രമാണ് നിങ്ങൾ ടെക്സ്റ്റിൽ പറഞ്ഞത്. അതായത് കണ്ടീഷൻ ഫോർ ദി ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ടു ബി വാലിഡ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ എക്സ്പോണൻഷ്യൽ ഇ മൈനസ് മ്യൂ ബൈ കെ ടി വെരി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ക്ലാസിക്കൽ സ്റ്റാറ്റും ക്വാണ്ടം സ്റ്റാറ്റും തമ്മിൽ മെർജ് ചെയ്തിട്ട് ഒരൊറ്റ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ വി ഷുഡ് ഹാവ് എ ബൗണ്ടറി. എവിടെയാണ് ക്ലാസിക്കൽ സ്റ്റാറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക, എവിടെയാണ് ക്വാണ്ടം സ്റ്റാറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതിൻ്റെ നമുക്ക് എന്താണ് ഒരു ബൗണ്ടറി ഉണ്ടായിരിക്കണം. സോ ദാറ്റ് ബൗണ്ടറി ഈസ് n lambda cube. n lambda cube should be very very greater than 1. Okay, this is the condition for validity of classical static, validity of classical treatment. Okay, so classical treatment valid ആവണമെങ്കിൽ എന്തായിരിക്കണം, n lambda cube should be എന്തായിരിക്കണം, very very greater than 1 ആയിരിക്കണം. or n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the number density n by v യും ലാംഡ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു, തെർമൽ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആണ്. ലാംഡ ഈസ് ഈക്വൽ ടു 2pi mkt raised to 1/2 by h. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടുന്നത് ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇത് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഈ n ലാംഡ ക്യൂബ് വെരി വെരി ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോഴാണ് എന്തുണ്ടാവുക, ക്ലാസിക്കൽ ട്രീറ്റ്മെന്റ് വാലിഡ് ആവുക. ഓക്കെ, സോ ആ പോയിന്റ് കൂടി ഇതിൽ ആലോചിക്കാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ഒക്യുപ്പേഷൻ നമ്പറിൽ നമുക്ക് പറയാനുള്ളത്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, ഒന്നുമില്ല, ജസ്റ്റ് നിസ്സാരമായ ടോപ്പിക്കാണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ടാണ് നമ്മൾ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റിനെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതും ബാക്കി നമ്മൾ ഇനി ബോസ് ഗ്യാസിനും ഫെർമി ഗ്യാസിൻ്റെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് വരിക. ഓക്കെ, സോ സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.